Flowers Academy of Dance, Music and Knowledge. Dr. Draupadi, Bharatanatyam, Francis Xavier, Violin, Kavalam Srikumar, Carnatic Vocal. പഠനം flowersacademy.in എന്ന വെബ്സൈറ്റിലൂടെ മാത്രം. അതിഥി ഈ പാട്ട് സെലക്ട് ചെയ്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് പാടുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം വന്നപ്പോൾ കേൾക്കാനും കാണാനും ഒക്കെ വളരെ സുഖമായിരുന്നു. എനിക്കൊന്ന് ഉണ്ണി ഗണപതി വന്നിട്ട് ഇങ്ങനെ നെറുകിൽ തൊട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. ലോട്ട് മെനി ചേഞ്ച് ഓവേഴ്സ് ഉണ്ട് അല്ലേ? നമ്മൾ വിചാരിക്കാത്തടത്ത് പെട്ടെന്ന് ഒരു ചേഞ്ച് ഓവർ വരുന്നു, പിന്നെ തിരിച്ച് പഴയതിലേക്ക് വരുന്നു. ശരിക്കും ഒന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല, എല്ലാം വളരെ നന്നായിട്ട് തന്നെ പാടി. ഒരു 700 കിലോമീറ്റർ സ്പീഡിൽ ഓടി വന്ന ഒരു കറക്കം കറങ്ങിയവൻ. നമ്മളൊക്കെ ആണെങ്കിൽ മധു അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയും പാടാൻ. നന്നായിട്ട് പാടി മോനെ, നല്ല ഒരു കയ്യടി കൊടുത്താട്ടങ്ങോട്ട്. ഞാൻ ശരിക്കും ഇവന്റെ പാട്ട് ഇവൻ പാടുന്നത് അത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ MBS സാറിനെ പറ്റിയാണ് ആലോചിച്ചത്. ഓ ഇതൊരു സ്നേഹം. അപ്പൊ ഒരു ഉണ്ണെങ്കിലും തരണേ. ഓ എന്തായാലും പൂക്കുട്ടി പൂക്കുട്ടി സോ സൂത്തിങ് ടു ദി ഇയേഴ്സ് അല്ലേ? നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ അമൃതം പോലെ വന്ന് വീഴുന്നതാണ് മെലഡി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ രീതിയിൽ ഇറ്റ് വാസ് ആൻ ഓസം പെർഫോമൻസ്. ബ്യൂട്ടിഫുൾ. കേൾക്കാൻ മനോഹരമായിരുന്നു. നല്ലൊരു സെലക്ഷൻ വാസ് എക്സലന്റ്. നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഓർത്ത് വയ്ക്കാം, ഈ ഒരു പാട്ട് നന്നായിട്ട് പാടി. ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു, വളരെ നന്നായി. നല്ല കാതിന് നല്ല കുളിർമേകുന്ന പോലെയായിരുന്നു പാടിയത്. അപ്പൊ ഇന്ന് കറക്റ്റായിട്ട് സ്കൂളിൽ പോണ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ഞാൻ 1ാം ക്ലാസ്. പക്ഷെ എനിക്ക് കണ്ടിട്ട് 2ാം ക്ലാസ് ആയിട്ട് തോന്നി. അത് മനസ്സിൽ വിടാ. മനസ്സിന്ന് വിടാ. ഒരു കാര്യം ചെയ്യാം, 3ാം ക്ലാസ് ആക്കിയേക്കാം. പോരാ, 1ാം ക്ലാസ് ആക്കി. 1ാം ക്ലാസ്സിൽ പോയാൽ ഇടി കിട്ടും. ഇടി മതിയല്ലേ? ഇടി മതി. അച്ഛന് ബാക്ക് പെയിനാ. അമ്മ ഇടി കൊടുത്തോ? ഇല്ല, പിന്നെ ലൈവ് ചെയ്തിട്ട് ബാക്ക് പെയിൻ വന്നു. ഞാൻ അറിഞ്ഞ അങ്ങനല്ല, അമ്മ ഇങ്ങനെ മുട്ട് വെച്ചിട്ട് ചെപ്പ് കിളിക്കണ ചെങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്ന് കട്ടൂലെ. ചെപ്പ് കിളിക്കണ ചെങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്ന് കട്ടൂലെ. മിന്നണതെന്താണ് എയ്യ നല്ല കുഞ്ഞിക്കുരുമണി പൊന്മാല. മിന്നണതെന്താണ് എയ്യ നല്ല കുഞ്ഞിക്കുരുമണി പൊന്മാല. എന്റെ വെൽഡിങ് ശരിയല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വെൽഡിങ് അങ്ങ് പോകും. ഞാൻ പിന്നെ കുറച്ചൊക്കെ ഒരു ധൈര്യം വേണം ചേട്ടാ. അല്ല, എനിക്ക് ഈ കാര്യത്തിൽ ധൈര്യം കുറവാണ്. മോളോട്ടേ അസലായിട്ട് പാടി, നല്ല ഗംഭീരമായിരുന്നു. ചോദ്യം,
10,000 രൂപ തരാം. ആ ഇപ്പോഴും ഒരു ഊഞ്ഞാൽ ഇവിടെ ഇരിക്കൂ. നല്ല കണ്ടീഷൻ ഞാനില്ല, എനിക്ക് 1,00,000 രൂപ വരാന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഒരു ഊഞ്ഞാൽ മാത്രമേ ചെരിഞ്ഞു പോയിട്ടുള്ളൂ, മറ്റു ഊഞ്ഞാൽ ഇപ്പോഴും സ്റ്റഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഞാൻ ചരിക്കുന്നില്ല. ഒരു ഈ പ്രയോഗം ഇവിടെ നടത്തി എന്നാണ് മോള് പറയുന്നത്. അത് ഇപ്രാവശ്യം ഉണ്ടായില്ല, സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത്. മലയാള മനസ്സുകൾ നെഞ്ചിലേറ്റിയ സ്വരരാഗവിരുന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സുന്ദര വിരുന്നിന് അഭിമാനമായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം എം ജെ അങ്കിൾ, മധു അങ്കിൾ. സർഗവേദിയിലെ ശ്രുതിലയ സാന്നിധ്യം നമ്മുടെ പ്രിയപ്പെട്ട ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയ്ക്ക് തുളസിയുടെ ഡപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. മനസ്സിൽ ആനന്ദമേളം ഒരുക്കാനെത്തുന്നു അതിഥി. വെൽക്കം അതിഥി ഓൺ സ്റ്റേജ്. அதித்தி தானே வந்திருக்கே. ஓகே, என்ன பாட்டு பாடுற? உன்னி கணபதியே ஓ, அந்த பாட்டா? ஓகே. ஆறு சேர்ந்து செலக்ட் பண்ண, ஆறு சொன்னதா ഈ பாட்டு செலக்ட் பண்ணணும். யாராவது சொன்னாங்களா? ஃபேமிலி. தமிழ் தெரியாதா உங்களுக்கு? தெரியும் தெரியும். எப்படி இப்படி பேசிட்டு இருக்க? நல்லா பேசு, தமிழ் நல்லா பேசு. குடும்பத்துல மொத்தம் தமிழ் தான் பேசுறீங்களா? இல்ல, குடும்பம் மொத்தமா சூஸ் செலக்ட் பண்ண ஸ்பெஷலா வந்து ஒரு மீட்டிங் எல்லாம் வச்சு கூப்பிட்டு அந்த மாதிரி தான். എന്താ പടം? கள்ளி செல்லம்மா. കള്ളി ചെല്ലമ്മയാ? ഏത് ചെല്ലമ്മയാவது போட்டு കള്ളിയാவது? ஓ, திருட்டு செல்லம்மாவா? திருட்டு செல்லம்மா போட்டு யார் எழுதியது? பி பாஸ்கரன் மாஸ்டர். இந்த மியூசிக் யார் பண்ணிருக்கு? கே ராகவன் மாஸ்டர். யார் பாடி இருக்கு? எம்ஜி ராதாகிருஷ்ணன் சார். அவர் வந்து எന്റെ அண்ணா. சரி, தட்டி விடுங்க. ஏன் அப்படி தமிழ் எல்லாம் பேசுறது தெரியுமா? நீங்க ஏன் இந்த மாதிரி தமிழ் பெண்ணுங்க போடுற அந்த தமிழ் ட்ரெஸ் எல்லாம் போட்டுட்டு வந்திருக்கீங்க, அதனால தான் தமிழ்ல பேசுனேன். ஆமா தெரியும். தெரியுமா? நல்ல பாடு. No, the best.
അതിഥി, സർ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ പാട്ടെടുത്തതിൽ. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ചേട്ടൻ്റെ രണ്ടാമത്തെയോ പാട്ടാണിത്. ഈ കള്ളിച്ചെല്ലമ്മ എന്നുള്ള പടത്തിൽ പാടാൻ വേണ്ടി എൻ്റെ ചേട്ടൻ പോകുമ്പോഴേ അതിനകത്ത് ചേട്ടൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു പാട്ടെന്ന് പറഞ്ഞാൽ കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി, ആ ഒരു പാട്ടുണ്ട്. അതാണ് ഉദ്ദേശിച്ചു പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ചേട്ടന് കിട്ടിയ പാട്ട് എന്ന് പറയുന്നത് ഈ പാട്ടാണ് അന്ന് കിട്ടിയത്. അന്നൊക്കെ എന്ന് പറയുന്നത് ഒരു സിനിമയിൽ പാടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. കാരണം കിട്ടത്തില്ല, ഒരു ചാൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ അവസ്ഥ പോലെ അല്ല അന്ന്. അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഇന്നും ഇതുപോലെ ഒരു കാസറ്റിൽ പാടിയിട്ട് വന്നിട്ട് ഹി വാസ് സാറ്റിസ്ഫൈഡ്. ചേട്ടന് സന്തോഷമായി. കാരണം ഒരു നല്ലൊരു ക്ലാസിക്കൽ ടച്ചുള്ള ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പാട്ട് പാടാൻ കിട്ടിയതിൽ സന്തോഷമുണ്ട്. പക്ഷേ ആദ്യം പാടി കേൾപ്പിച്ചത് ഈ പാട്ടാണ്, കരിമുകിൽ കാട്ടിലെ. പിന്നെ അത് വേറെ പാട്ടുകാരൊക്കെ പാടി. എന്തായാലും അതിഥി ഈ പാട്ട് സെലക്ട് ചെയ്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് പാടുകയും ചെയ്തിട്ടുണ്ട്. കാരണം നല്ല സെലക്ഷൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ ഹെഡ് വോയിസും ചെസ് വോയിസും ഒറിജിനൽ വോയിസും എല്ലാം കൂടെ കയറ്റിയിട്ട് അവനൊന്ന് സുന്ദരമായിട്ട് പോളിഷ് ചെയ്ത് വിട്ടു. ഒരു മോശം എന്ന് പറയാനൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളും കേൾക്കാൻ വളരെ ഇമ്പമായിരുന്നു. ഉള്ളൊരു സംതിങ് ഡിഫറെൻറ്റ്. നമ്മൾ പറയും ആസ് യൂഷ്വൽ എപ്പോഴും ഒരു ഫസ്റ്റ് BGM വന്നു, പിന്നെ പാട്ട് വന്നു, പിന്നെ സെക്കൻഡ് BGM വന്നു, പിന്നെ തേർഡ് BGM വന്നു, അല്ലെങ്കിൽ ഇൻട്രോ ഫസ്റ്റ് BGM സെക്കൻഡ് BGM. ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റിൽ നിന്ന് മാറിയിട്ട് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം വന്നപ്പോൾ കേൾക്കാനും കാണാനും ഒക്കെ വളരെ വിഷ്വൽ ബ്യൂട്ടി ആൻഡ് എന്താണ് കേൾക്കുന്നതിനും ഒക്കെ നല്ല സുഖമായിരുന്നു. അപ്പം കൺഗ്രാറ്റ്സ് കേട്ടോ. നന്നായി മോളെ, നന്നായി. ഓൾ ദ ബെസ്റ്റ്. ആദിത്യ, എനിക്കൊന്ന് ഉണ്ണി ഗണപതി വന്നിട്ട് ഇങ്ങനെ നെറുകിൽ തൊട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പാടാൻ പറ്റിയത്. ആ ലൈറ്റിങ്ങിൽ യു ആർ ലുക്കിംഗ് വെരി ഓസം കേട്ടോ. കാരണം ഈ കോസ്റ്റ്യൂമാണ് അതിന് മെയിൻ കാരണം. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഓർക്കണ്ടേ, ഈ ചേഞ്ച് ഓവേഴ്സ് ഒക്കെ ലോട്ട് മെനി ചേഞ്ച് ഓവേഴ്സ് ഉണ്ട് അല്ലേ. നമ്മൾ വിചാരിക്കാത്തടത്ത് പെട്ടെന്ന് ഒരു ചേഞ്ച് ഓവർ വരുന്നു, പിന്നെ തിരിച്ച് പഴയതിലേക്ക് വരുന്നു, പിന്നെ വേറൊരു താളത്തിലേക്ക് പോകുന്നു അല്ലേ. എത്ര താളമാറ്റമുണ്ട് ശരിക്കും? നാല്. ഞാനെപ്പോഴും അതിഥി സംസാരിക്കുമ്പോഴത്തേക്കും ഡിഫൈൻഡ് ആയിട്ട് സംസാരിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് യു ഷുഡ് ഡു ദാറ്റ് കേട്ടോ. യു ക്യാൻ ഡു ദാറ്റ് അല്ലേ. അതിനൊക്കെ ഉള്ള ടാലൻ്റ് ഉള്ള ആളല്ലേ. സോ ബി സ്പെസിഫിക് ആൻഡ് ടു ദ പോയിന്റ് ആൻഡ് ബി വെരി കോൺഫിഡൻറ്റ് വെൻ യു ടോക്ക്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയത് ആരെങ്കിലും 5-6 പേര് ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കിട്ടത്തില്ല. കേട്ടോ. അപ്പോൾ അത് വേണം എപ്പോഴും. പിന്നെ ആ ഒരു ഇടയ്ക്ക് ശങ്കരാഭരണം പോലെ ഒരു സംഗതി വരുന്നുണ്ടല്ലോ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ഒന്ന് പാടി കേൾപ്പിക്കാമോ? വേട്ടയ്ക്കു വേടന്റെ വിഷം പൂണ്ടു കാട്ടിൽ കളിക്കുന്ന വീരാ. കാമ്പോജി പോലെ. സോറി, അത് നന്നായിട്ടുണ്ട് കേട്ടോ. ആ ശബ്ദം മാറ്റിയതും നന്നായിരുന്നു. അതെ, ഈ ടാമ്പറിലോട്ട് കൊണ്ടുവന്നത്. അത് മെയിലും ഫീമെയിലും ഉണ്ടല്ലേ? അതൊരു ചേട്ടനും കോറസുമാണ്. അതിന്റെ ഒരു പോർഷൻ 10 മാസം ചെന്ന് പെറ്റു ഒരു ചള്ളവയറുള്ള പിള്ള. അത് മറ്റേ ആൻഡോ ചേട്ടൻ. ചേട്ടൻ്റെ ഒരു പാട്ടിലുണ്ടല്ലോ, പുയ്യാപ്പിള ഈ എന്തിന് വല്ലാത്തൊരു ഇടങ്ങേറി പൊയ്യാപ്പ കൂട്ടുന്നിടോന്ന് സുന്ദരി എന്നുള്ള പാട്ടിലുണ്ട്. സുന്ദരി അതില് ആൻഡ്രൂ ചേട്ടൻ പാടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ പാട്ടിന്റെ കഥകൾ. ഈ കഥ നന്നായിട്ട് അതിഥി പറഞ്ഞിട്ടുണ്ട്. ആ കഥ കേൾക്കാൻ വളരെ സുഖമുണ്ടായിരുന്നു. അതൊരു കഥയൊക്കെ ചില ഈ ഓഡിയോ CD കൂടെ ഇറങ്ങുമല്ലോ കഥയുടെ കൂടെ, ആ റൈറ്റർ തന്നെ അത് വായിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അതുപോലെ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. അതിഥി നിങ്ങൾ ரொம்ப நல்லா പാടുന്നീങ്ക. ശരിക്കും ഒന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല, എല്ലാം വളരെ നന്നായിട്ട് തന്നെ പാടി. പിന്നെ ആ ശബ്ദം ചേഞ്ച് ചെയ്തതൊക്കെ ശരിക്കും നല്ല മനോഹരമായിട്ട് ചെയ്തു. ഇപ്പോൾ എനിക്കോട് അതിൽ കുറച്ചും കൂടി എക്സ്പേർട്ടായെന്ന് തോന്നുന്നു, ഇങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഹെഡ് വോയിസിലേക്കും ചെസ്റ്റ് വോയിസിലേക്കും. നമ്മുടെ ഒരു കീർത്തനമുണ്ട്,
ശോഭില്ലു സപ്തസ്വര ശോഭില്ലു സപ്തസ്വര ശോഭില്ലു സപ്തസ്വര ശോഭില്ലു സപ്തസ്വര. ഈ ഒരു കീർത്തനത്തില് അടുത്ത ചരണത്തില് നാഭീഹൃത് കണ്ഠരസന അങ്ങനൊരു വഴിയുണ്ട്. അതിൽ കറക്റ്റ് ഈ എല്ലാ വോയിസിനെ പറ്റി ആ ഒരൊറ്റ ലൈനിലുണ്ട്. നാഭീ ഇവിടെ പിടിക്കുമ്പോൾ ഇവിടെ വൈബ്രേറ്റ് ചെയ്യും. നാഭീ നാഭി എന്നാണ്. ഹൃദ് ഹൃദ് ഹൃദയം. കണ്ഠ കണ്ടെത്തിന്ന്. രസന രസന മൂക്കിലേക്ക് വന്നു. ഒരൊറ്റ ലൈനിലുണ്ട് എല്ലാ വോയിസിൻ്റെയും കാര്യം. നാഭി ഹൃദ് കണ്ഠരസന എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ എല്ലാ വോയിസും അതിൽ വന്നു. ഓക്കെ, ആണ് ആ ഒരു കീർത്തനത്തിൻ്റെ ആ ഒരു ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും കൊള്ളാം അതിഥി, വളരെ നന്നായി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എന്താ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? എന്തിനാ ഇവിടെ വെയിറ്റ് കഴിഞ്ഞില്ലേ? പാട്ടൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെ ഇവിടെ നിൽക്കണതിന്റെ കാര്യം മനസ്സിലായില്ല? ഒന്നും മനസ്സിലായില്ല. ഇന്ന് ഗ്രേഡ് ഇല്ല കുട്ടിക്ക്. ഇല്ല ഇല്ല കുട്ടിക്ക് ഇന്ന് ഗ്രേഡ് ഇല്ല. എന്താ കുട്ടിയെ മനസ്സിലായില്ലേ? ഒന്നുമില്ല ഇന്ന്. ഗ്രേഡില്ല, ഊണില്ല, കാപ്പിയില്ല, ഭക്ഷണം ഇല്ല. Aditi is going to be awarded extreme today. താങ്ക് യു സർ. അടിയണ്ണ ഒരു ചള്ളവയറുള്ള വെള്ളപ്പൂക്കുറ്റി. Congratulations, you are awarded extreme. താങ്ക് യു.